ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. കൂട്ടത്തിൽ ആ കുഞ്ഞു ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ഹൈപ്പ് എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. ഒട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലേക്ക് പോവാം. നമ്മുടെ വീട്ടിൽ സോപ്പ് കൊണ്ടുവരുന്ന സമയത്ത് സോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ കവർ നമ്മൾ വലിച്ചെറിയാറാണ് പതിവ്. എന്നാൽ ഇനി ആരും സോപ്പിൻ്റെ കവർ വലിച്ചെറിയരുത്. ഈ ഒരു സോപ്പ് കവർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളതും എന്നാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് ഇന്നത്തെ എൻ്റെ ആദ്യത്തെ ടിപ്പ്. നമ്മുടെയൊക്കെ മക്കൾ സ്കൂളിലേക്ക് ലഞ്ച് കൊണ്ടുപോകുന്ന സമയത്ത് ആ ഒരു ലഞ്ച് ടവൽ വെച്ചിട്ട് കവർ ചെയ്തിട്ടാണ് ഭൂരിഭാഗം സ്കൂളിലേക്കും കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ ഞാനിത് എടുത്തിട്ടുള്ളത് മോൻ്റെ ലഞ്ച് ബോക്സ് കവർ ചെയ്യാൻ എടുക്കുന്ന ടവലാണ് കേട്ടോ. അത് ഞാനൊരു കുഞ്ഞ് ഇതായിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലഞ്ച് ബോക്സ് കവർ ചെയ്യുന്ന ടവലാവണം എന്നൊന്നും ഇല്ല, സാധാ ടവലായാലും നമുക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതേ രീതിയിലൊന്ന് മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു സോപ്പിൻ്റെ കവർ ഉണ്ടല്ലോ അതിനുള്ളിലേക്ക് ഒതുങ്ങുന്ന രീതിയിൽ വേണം കേട്ടോ മടക്കി എടുക്കാനായിട്ട്. അപ്പോൾ അതാ ഞാൻ ഇതേ രീതിയിൽ ഇതൊന്ന് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു സോപ്പ് കവറിനുള്ളിലേക്ക് ഈ ഒരു മടക്കി വെച്ചിട്ടുള്ള ടവലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ടവൽ ഇതേപോലെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നാൾ കഴിഞ്ഞ് നമ്മൾ എടുത്താലും ആ ഒരു ടവലിന് ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല. പകരം നമ്മൾ ഏത് സോപ്പ് കവറിലാണോ ഇട്ടത് ആ ഒരു സോപ്പിൻ്റെ സ്മെല്ലായിരിക്കും ആ ഒരു ടവലിനുണ്ടായിരിക്കും. ഞാനിതുപോലെ ഒഴിഞ്ഞ സോപ്പ് കവറൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ചെയ്യുന്ന ഒരു ടിപ്പാണ് കേട്ടോ അത്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് കുക്കറിൻ്റെ മൂടിയാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ കുക്കറിൽ കറി വെക്കുന്ന സമയത്ത് സാധാരണ എടുക്കുന്ന സമയത്തേക്കാളും ആവിയൊക്കെ വരാൻ സമയം എടുക്കാറുണ്ട്. ചിലപ്പോൾ ആവി വരാതിരിക്കലും ചെയ്യലുണ്ട്. ആവി വരാതിരുന്നാൽ അത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തെല്ലാം കറി ഒലിച്ച് കുക്കറിൻ്റെ മൂടിയും അതുപോലെ ഗ്യാസ് സ്റ്റവിൻ്റെ ടോപ്പ് വശമൊക്കെ വൃത്തികേടാവാറുണ്ട് അല്ലേ. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ ഒരു ബ്ലാക്ക് ലിഡ് ഉണ്ടാവും, അത് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, അതിന് മുന്നേ ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ മൂടി ഇതേപോലെ ഒന്ന് കമത്തി വെക്കുമ്പോൾ നമുക്ക് കാണുന്നുണ്ടാവും കുഞ്ഞു കുഞ്ഞു ഹോൾസുകൾ കാണുന്നുണ്ട്. ആ ഒരു ഹോൾസിലൊക്കെ നമ്മൾ കറി വെക്കുന്ന സമയത്ത് എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും അടഞ്ഞു കഴിഞ്ഞാൽ ആവി വരാൻ പ്രയാസമായിരിക്കും. 3 പ്രാവശ്യം കുക്കറിൽ കറി വെച്ച് കഴിഞ്ഞാൽ ഇതേ രീതിയിലൊന്ന് ചെക്ക് ചെയ്തിട്ടാണ് പിന്നീട് നമ്മൾ കറി വെക്കുന്നത് വെച്ചാൽ ആവി വരാത്തൊരു പ്രശ്നം നമുക്കവിടെ സോൾവ് ആയിട്ട് കിട്ടും കേട്ടോ. ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മാറാലവടി ഉണ്ടല്ലോ, അതിൽ നിന്ന് ഇതുപോലെയുള്ള 2 എണ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സൂചിയോ അതായത് അല്ലെങ്കിൽ നൂലോ പിന്നെ സേഫ്റ്റി പിന്നൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു മാറാലവടിയിൽ നിന്ന് 2 എണ്ണം ഒന്ന് ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും ഈർപ്പുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതിയാവും. ഇത് അത്യാവശ്യം ഒരു ബലം ഉള്ളത് കൊണ്ട് തന്നെ 2 എണ്ണം ഒരുമിച്ച് എടുക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ 1 മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് കുക്കറിന് വിസിലൊന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഈ സെൻറ്റർ ഹോൾ ഉണ്ടല്ലോ അതിനുള്ളിലൂടെ ആ ഒരു ഇതൊന്ന് കടത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സൈഡ് എനിക്ക് ഇങ്ങേ വശത്തും മറു സൈഡ് ഉള്ളിലായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു നൂലിൻ്റെ 2 സൈഡും പിടിച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനുള്ളിൽ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് എന്തെങ്കിലും അടിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നീങ്ങിക്കിട്ടും. അപ്പോൾ ആ സെൻറ്റർ ഹോൾ ഞാൻ ക്ലീൻ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഈ ഒരു വിസിലിൻ്റെ ഭാഗത്ത് സൈഡിലുള്ള ഹോളുകളുണ്ടല്ലോ അത് ഓരോ ഹോളും നേരത്തെ ഞാൻ ചെയ്ത പോലെ തന്നെ ആ ഒരു ഇതൊന്ന് കടത്തി കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് എല്ലാം അടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് നീങ്ങി കിട്ടും കേട്ടോ. ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് എന്തെങ്കിലും അടിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് വിസിലൊക്കെ വരാനായിട്ട് താമസം എടുക്കുക. ഇതേ രീതിയിലൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കുക്കറിൽ കറിയൊക്കെ വെക്കുന്നത് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വിസിൽ വരികയും കറിയൊക്കെ പാകമായി കിട്ടുകയും ചെയ്യും. സെയിം രീതിയിൽ ഞാൻ ആ ഒരു ലിഡിൻ്റെ എല്ലാ ഹോളും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ ഹോളും ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടൊന്ന് ഊതി കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് പോന്ന് കിട്ടും. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. ഞാൻ മോൻ്റെ ഒരു ഫോട്ടോ ആണ് എടുത്തിട്ടുള്ളത്.
ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്ത് നമ്മൾ ചുമരിൽ ആണിയൊക്കെ അടിച്ചിട്ടാണ് ഫോട്ടോ ഫ്രെയിമൊക്കെ തൂക്കിയിടാറുള്ളത്. അപ്പോൾ വാടകയ്ക്കൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് ചുമരൊക്കെ വൃത്തികേടാവുമല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫോട്ടോ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ഞാൻ കാണിക്കുന്നത്. ഞാനിത് മോൻ്റെ ഒരു കുഞ്ഞു ഫോട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പൊട്ടാണ് കേട്ടോ. ആ പൊട്ട് എടുത്തതിന് ശേഷം ആ ഒരു ഫോട്ടോയുടെ 4 കോർണറിലും ഓരോന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ പൊട്ട് ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഫോട്ടോയുടെ എഡ്ജും ചുമരിലും വേണം പൊട്ട് പതിയാനായിട്ട്. അപ്പോൾ ഞാനൊരു കോർണറിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഞാൻ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 4 കോർണറിലും ഈ ഒരു പൊട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഫോട്ടോ അവിടെ സേഫായിട്ട് നിൽക്കുകയും ചെയ്യും. ചുമരിലൊക്കെ ആണി അടിച്ച് നല്ല ചുമരൊന്നും വൃത്തികേടാക്കുകയും വേണ്ട. മാത്രമല്ല ഇൻസുലേഷനൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇൻസുലേഷൻ പഠിച്ചെടുക്കുന്ന സമയത്ത് പെയിൻറ്റ് തന്നെ ഇളകി പോരാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ ഇതുപോലെ നമ്മൾ പൊട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്കത് എടുത്ത് മാറ്റാനും പറ്റും. ചുമരിനൊന്നും ഒരു കേടും ഉണ്ടാവില്ല. അപ്പം ഞാനിതാ 4 കോർണറിലും പൊട്ടൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്കത് നല്ലപോലെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് വേണ്ട എന്ന് തോന്നുന്ന സമയത്ത് ആ ഒരു പൊട്ടൊന്ന് എടുത്ത് മാറ്റിയാൽ മതി. ചുമരിനൊന്നും ഒരു വൃത്തികേടും ഉണ്ടാവില്ല. പാണി അടിക്കാതെയും അതുപോലെ തന്നെ പെയിൻ്റൊക്കെ ഇളകി പോരാതെ ഫോട്ടോ സെറ്റ് ചെയ്യാനുള്ള ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. ഞാൻ വാഷിംഗ് മെഷീൻ്റെ ഗ്ലാസ് ആണ് കേട്ടോ ഈ കാണിച്ചിട്ടുള്ളത്. ഇതൊക്കെ ആയിട്ട് ക്ലിയർ മങ്ങിയിട്ടുള്ള ഈ ഒരു ഗ്ലാസ് നല്ല പോലെ ക്ലീനായി കിട്ടാനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഷാമ്പുവിൻ്റെയും വെള്ളത്തിൻ്റെയും മിക്സാണ് കേട്ടോ. കുറച്ച് ഷാമ്പു അതേപോലെ തന്നെ വളരെ കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം ആ ഒരു മിക്സാണ് ഞാൻ ഈ ഒരു ഗ്ലാസ്സിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ ഡ്രൈ ആയിട്ടുള്ള തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ ആ ഒരു ഗ്ലാസ് നമുക്ക് നല്ല പോലെ ക്ലീനായിട്ട് കിട്ടും കേട്ടോ. തുടക്കുന്നതിന് മുമ്പേ ഈ ഒരു ഗ്ലാസിൻ്റെ ലുക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇനി നമുക്കിതൊന്ന് തുടച്ചതിന് ശേഷം ഇതിൻ്റെ ക്ലിയർ ഒന്ന് നോക്കാം. ഇപ്പോൾ ഞാനിതാ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള നീറ്റായിട്ടുള്ളൊരു കോട്ടൺ തുണിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാനിതൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ തുടക്കുന്ന ഭാഗമൊക്കെ എനിക്ക് നല്ല പോലെ ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ തുടക്കുന്നതിന് മുമ്പും തുടച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോവാം. വീടൊക്കെ എത്ര നീറ്റാക്കി കൊണ്ട് നടന്നു കഴിഞ്ഞാലും നമ്മളെ വല്ലാതെ ശല്യം ചെയ്യുന്ന ജീവികൾ തന്നെയാണ് പാറ്റ, പല്ലി, കൂറ തുടങ്ങിയ ചെറുപ്രാണികൾ. ചിലപ്പോഴൊക്കെ രാവിലെ നമ്മൾ കിച്ചണിൽ വരുന്ന സമയത്ത് നമ്മുടെ സിങ്കിൽ ഇതേപോലെയുള്ള കൂറയും പല്ലിയൊക്കെ ചത്ത് കിടക്കാറൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് പേസ്റ്റാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ കഴിയാറായിട്ടുള്ള ടൂത്ത് പേസ്റ്റിൻ്റെ ഒരു ട്യൂബ് ഉണ്ടായിരുന്നു. അതിനുള്ളിലുള്ള പേസ്റ്റാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ ഒരു ട്യൂബിനുള്ളിലേക്ക് കുറച്ച് വെള്ളം ഒന്നാക്കി കൊടുത്തതിന് ശേഷം അതാ ഇതേപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു കുഞ്ഞ് ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ലപോലെ എനിക്ക് ആ ഒരു പേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനൊന്ന് കൂടെ പ്രസ് ചെയ്തിട്ട് ആ ഒരു ഉള്ളിലുള്ള പേസ്റ്റ് മുഴുവനായിട്ട് ഈ ഒരു ബൗളിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ കഴിയാറായിട്ടുള്ള ടൂത്ത് പേസ്റ്റിൻ്റെ ട്യൂബൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ റെമഡിയാണിത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് സവാളയാണ്. അപ്പോൾ ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം തൊലി കളഞ്ഞ സവാള ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സവാള തൊലി കളയാതെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു സവാള മുഴുവനായിട്ട് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു അല്ലികൾ അടർന്ന് പോവാത്ത വിധത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് ഈ ഒരു സവാളയുടെ പീസുകൾ ഓരോന്നായിട്ടൊന്ന് മുക്കി വെക്കുന്നുണ്ട്. അപ്പം നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം നമ്മൾ ഇതിലൊന്ന് മുക്കി വെച്ചാൽ മതി. അപ്പം ഞാൻ വളരെ കുറച്ച് പീസുകൾ മാത്രമേ ഇതിലേക്ക് മുക്കിയിട്ടുള്ളൂ കേട്ടോ. സവാളയൊക്കെ ഡിപ്പ് ചെയ്തതിന് ശേഷം ഞാനൊരു 10 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പേസ്റ്റിൻ്റെ സത്ത് മുഴുവൻ സവാളയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിതിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ സവാളയുടെ പീസും നമുക്ക് ഏതൊക്കെ ഭാഗങ്ങളിലാണോ പാറ്റയുടെയും പല്ലിയുടെയും ശല്യം കൂടുതലായിട്ടുള്ളത് ആ ഒരു ഭാഗത്തെല്ലാം നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം വെച്ച് കൊടുക്കുന്നത് സിങ്കിലാണ്. സിങ്ക് നല്ലപോലെ കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം ആ ഒരു ഹോളൊന്ന് കവർ ചെയ്യുന്ന വിധത്തിൽ ആദ്യം ഒരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഞാനൊരു സവാളയുടെ പീസ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഹോൾസ് നന്നായിട്ട് തന്നെ കവർ ചെയ്യുന്ന വിധത്തിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇത് നമ്മൾ നൈറ്റിൽ എല്ലാ ജോലിയും കഴിഞ്ഞതിന് ശേഷം സിങ്കിൽ നമ്മൾ ഇതേപോലെ വെച്ചിട്ടാണ് പോകുന്നത് വെച്ചാൽ പിറ്റേ ദിവസം നമ്മൾ രാവിലെ വരുന്ന സമയത്ത് ആ ഒരു സിങ്കിൽ പാറ്റശല്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഞാൻ രണ്ടാമതായിട്ട് വെച്ച് കൊടുക്കുന്നത് ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിവശത്താണ്. അപ്പോൾ ഞാനിതാ ഈ ഒരു ഗ്യാസ് സ്റ്റൗവിൻ്റെ കാലിൻ്റെ 2 ഭാഗത്തായിട്ട് ഈ ഒരു സവാളയുടെ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗങ്ങളിലാണോ പല്ലിയുടെയും പാറ്റയുടെയും ശല്യം കൂടുതലായിട്ടുള്ളത് ആ ഒരു ഭാഗങ്ങളിലെല്ലാം നിങ്ങൾക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ചെറിയ പ്രാണികളുടെ ശല്യം കൂടി നമുക്ക് മാറിക്കിട്ടും.
ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ള ടിപ്സുകളിൽ ചിലതെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.